അടുത്ത ആഴ്ച ഒരു ഹൈ വരുന്നുണ്ട്. അതിനുവേണ്ടി പാതാളം വരെ ലോ പോയിരിക്കുകയാണ്. ഒരു ഹൈ കാണിക്കാൻ എന്തിനാണ് ഇതുപോലെ താഴേക്ക് പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇന്നത്തെ എപ്പിസോഡിൽ അതിനെ കാണിക്കുന്ന കൃഷ് ദേവിജിയോട് എനിക്കെന്തായാലും കൺമണിയെ ഇറക്കിയേ പറ്റൂ, ഞാനിന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് കൺമണിയെ ഇറക്കുന്നതിന് വേണ്ടി വക്കീലിനെ പോയി കാണുമെന്ന് പറയുകയാണ്. എനിക്ക് ചില കണക്കുകളെല്ലാം ചിലരോട് തീർക്കാനുണ്ട്. എന്നാൽ അത് കേട്ട് ദേവിജി നീ കണക്കുകൾ തീർത്തോ, പക്ഷെ അത് അവരുടെ രീതിയിലാകരുത്, നമ്മുടെ സ്റ്റാൻഡേർഡിലുള്ള ഒരു പ്രതികാരം മതി എന്ന് പറയുകയാണ്. തുറന്നു കാണിക്കുന്ന വരുൺ കൺമണിക്ക് ജാമ്യം എടുത്തു കൊടുക്കുന്നതിന് വേണ്ടി ജയിലിലേക്ക് ചെല്ലുകയാണ്, പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. തുറന്ന് കൺമണി ആ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട വരുൺ അയ്യോ കൺമണി നീ എന്താണ് ഇവിടെ, നീ എന്താണ് ഒരു വാക്ക് പോലും എന്നെ വിളിച്ചറിയിക്കാഞ്ഞത്, നീ എന്നെ വിളിച്ചറിയിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്നലെ തന്നെ വന്ന് നിന്നെ ഈ ജയിലിൽ നിന്ന് ഇറക്കുമായിരുന്നില്ലേ. എന്നാൽ അത് കേട്ട് കൺമണി ചെറിയൊരു പുച്ഛഭാവത്തോടുകൂടി വരുണോട് വരുൺ വിചാരിച്ചാലൊന്നും എന്നെ ഇവിടെ നിന്ന് ഇറക്കാൻ സാധിക്കില്ല എന്ന് പറയുകയാണ്. കൺമണിയോട് അത് ആര് പറഞ്ഞു, ഞാൻ വിചാരിച്ചാൽ എന്തും സംഭവിക്കും കൺമണി. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് വരുണോട് താൻ ആരാണെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് വരുൺ അങ്ങോട്ട് മാറി നിൽക്കട ചെക്ക എന്ന് നല്ല ദേഷ്യത്തിൽ പറയുകയാണ്. തുറന്ന് കൺമണി പിന്നെ വരുണോട് വരുൺ ഇങ്ങി ഇവിടെ നിൽക്കണ്ട, വരുൺ വേഗം തന്നെ പോയിക്കോളാൻ പറയുകയാണ്. വരുൺ ഇങ്ങി ഇവിടെ നിന്നാൽ എന്റെ പേര് ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് അപേക്ഷിക്കുകയാണ്. കാരണം വരുൺ വിചാരിച്ചാലൊന്നും എന്നെ ഇവിടെ ഇറക്കാൻ സാധിക്കില്ല, എന്നെ കോടതിയിൽ എന്തായാലും കൊണ്ടുപോകും, കോടതിയിൽ നിന്നും മാത്രമേ എന്നെ ഇവിടെ ഇറക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയുകയാണ് കൺമണി. എന്നാൽ അത് കേട്ട് വരുൺ അതൊക്കെ കൺമണിയുടെ വെറും തോന്നലാണ്, ഞാൻ SIയോട് സംസാരിച്ച് കൺമണിയെ ഇപ്പോൾ തന്നെ ഇറക്കി കൊണ്ടുപോകാമെന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് SI വരികയാണ്. SI വരുണെ കണ്ട് താനാരാണെന്ന് ചോദിക്കുകയാണ്, തനിക്കെന്താണ് ഇവിടെ കാര്യമെന്ന് ചോദിക്കുകയാണ്. തുറന്ന് വരുൺ നല്ല ഗൗരവത്തിൽ ഞാൻ കൺമണിയെ കൂട്ടിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി വന്നതാണ്. എന്നാൽ അത് കേട്ട് SI നല്ല ദേഷ്യത്തിൽ അതിന് ഞാൻ കൺമണിക്ക് ജാമ്യം കൊടുത്തില്ലെങ്കിലോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. നിനക്ക് കൺമണി ഇറക്കണമെങ്കിൽ നീ കോടതിയിൽ പോയിട്ട് ജാമ്യം എടുത്താൽ മതി എന്ന് നല്ല ദേഷ്യത്തിൽ പറയുകയാണ്. തുറന്ന് വരുൺ സാറിന് ഈ വരുൺ ആരാണെന്ന് ശരിക്കും അറിയാഞ്ഞിട്ടാണെന്ന് പറയുകയാണ്, ഒരു ഭീഷണിയാണ്. ഞാൻ വിചാരിച്ചാൽ സാറിനെ മാത്രമല്ല വേണ്ടി വന്നാൽ ഈ സ്റ്റേഷൻ തന്നെ ഞാൻ മാറ്റിക്കളയും. എന്താ സാറേ സംശയമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ വരുണിന്റെ ഈ ഡയലോഗടിയെല്ലാം കേട്ട് കൺമണിയായി കിളി പോയി നിൽക്കുകയാണ്. ഇവനിത് എന്തിന്റെ പുറപ്പാടാണ്, ഞാൻ സാറിന് ആരെയാണ് വിളിച്ചു തരേണ്ടതെന്ന് ചോദിക്കുകയാണ്. CA വിളിക്കണോ, DYSP വിളിക്കണോ, DIG വിളിക്കണോ, IG വിളിക്കണോ, അങ്ങനെ വലിയൊരു ലിസ്റ്റ് തന്നെ വരുൺ കൊടുക്കുകയാണ്. ഭാഗ്യത്തിന് ആഭ്യന്തരമന്ത്രിയെ വിളിക്കണമെന്ന് മാത്രം ചോദിച്ചില്ല. എന്നാൽ അതെല്ലാം കേട്ട് പകച്ചു നിൽക്കുന്ന പോലെ ഒരു അഭിനയിച്ച് നിൽക്കുകയാണ് SI. എന്നാൽ ഈ സമയത്ത് SIക്ക് ഒരു കോൾ വരികയാണ്. തുടർന്ന് SI ആ ഫോൺ എടുത്തിട്ട് മാറി നിന്ന് യെസ് സാർ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് കണ്ട് വരുൺ ഇങ്ങനെ നല്ല അഹങ്കാരത്തോടും ഗൗരവത്തോടും കൂടി നെഞ്ചും വിരിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇതൊന്നും കണ്ട് പക്ഷെ കൺമണിക്ക് മാത്രം ഒന്നും മനസ്സിലാകുന്നില്ല. തുടർന്ന് SI ഫോൺ വെച്ച ശേഷം വരുൺ പിന്നെ SIയോട് ആരാണ് സാറെ വിളിച്ചത്, DIG അല്ലേ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് SI തലയാട്ടി സമ്മതിക്കുകയാണ്. അതേ വരുൺ പറഞ്ഞ പോലെ DIG ആണ് വിളിച്ചതെന്ന് സമ്മതിക്കുകയാണ്. എന്നാൽ അത് കേട്ട് വരുൺ പിന്നെ SIയോട് എങ്കിൽ പിന്നെ ഞങ്ങൾക്ക് പോകാമല്ലോ എന്ന് പറയുകയാണ്. തുടർന്ന് SI നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പോകാമെന്ന് പറയുകയാണ്, കൺമണി കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്, വിശ്വസിക്കാനാകാതെ. തുറന്ന് വരുൺ പിന്നെ കൺമണിയോട് വാ കൺമണി നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് തുറന്ന് കൺമണി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്നാൽ ഈ സമയത്ത് വരുൺ തിരിഞ്ഞ് SIയോട് താങ്ക് യു പറയുകയാണ്. ഇവരെല്ലാവരും ചേർന്നുള്ള ഒരു നാടകമായിരുന്നു, എല്ലാവരും അവരവരുടെ റോൾ നല്ല ഓവറാക്കി ചളമാക്കിയിട്ടുണ്ട്. തുറന്ന് കൺമണി പുറത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് വരുണിന്റെ 2 ഗുണ്ടകൾ പുറത്തു നിന്ന് കൺമണിയോട് കാറിൽ കയറാൻ ആവശ്യപ്പെടുകയാണ്. തുറന്ന് അവര് രണ്ടുപേരും വരുണെ കുറിച്ച് ഇങ്ങനെ വാഞ്ഞോളം പുകഴ്ത്തുകയാണ്. ഇന്നലെ രാത്രി ഈ സംഭവം അറിഞ്ഞതിന് ശേഷം വരുൺ മുതലാളി ഉറങ്ങിയിട്ടേ ഇല്ല എന്നൊക്കെ തള്ളി മറിക്കുകയാണ്. വരുൺ മുതലാളി തന്റെ ബന്ധത്തിലുള്ള എല്ലാ മന്ത്രിമാരെയും വിളിച്ച് കൺമണിയെ ഇപ്പോൾ തന്നെ ഇറക്കണമെന്ന് കുറെ ആവശ്യപ്പെട്ടു. അങ്ങനെ വരുൺ മുതലാളി കൺമണിയെ ഇറക്കുന്നതിന് വേണ്ടി കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. എന്നാൽ ഈ തള്ളെല്ലാം കേട്ട് കൺമണി ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്, വിശ്വസിച്ചു എന്ന രീതിയിൽ. തുറന്ന് കൺമണി വരുണിന്റെ കാറിൽ കയറി അവിടുന്ന് പോവുകയാണ്. അങ്ങനെ യാതൊരു ഉളുപ്പില്ലാതെ കൺമണി വരുണിന്റെ സഹായം സ്വീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൃഷ മാനസയുടെ കാല് പിടിച്ചതിനേക്കാൾ മോശമാണ് കൺമണി വരുണിന്റെ സഹായം സ്വീകരിച്ചത്. ഇതിലും അന്തസ് കൺമണി വരുണിന്റെ കൂടെ ഒളിച്ചോടുന്നതായിരുന്നു. തുറന്നു കാണിക്കുന്നത് കൃഷ കൺമണിക്ക് ജാമ്യം എടുക്കുന്നതിന് വേണ്ടി വക്കീലിനെ കാണുന്നതിന് വേണ്ടി ദേവിജിയോട് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുകയാണെന്നാൽ ഈ സമയത്ത് അവരുടെ വീട്ടുമുറ്റത്ത് സാഗറിന്റെ കാർ വരികയാണ്. തുറന്ന് സാഗർ കാറിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് കയറുകയാണ്. തുറന്ന് കൃഷ്ണനോട് നീ ഇത് എങ്ങോട്ടാണെന്ന് ചോദിക്കുമ്പോൾ കൃഷ ഞാൻ കൺമണിക്ക് ജാമ്യം എടുക്കുന്നതിന് വേണ്ടി വക്കീലിനെ കാണാൻ പോവുകയാണെന്നാണ്. അത് കേട്ട് സാഗർ പിന്നെ കൃഷ്ണനോട് നീ ഇപ്പോൾ എങ്ങോട്ടും പോകണ്ട. എന്നാൽ അത് കേട്ട് കൃഷ്ണ ഒന്ന് ഞെട്ടുകയാണ്. അതെന്താണ് അച്ഛ അങ്ങനെ പറഞ്ഞത്, ഞാനിപ്പോൾ പോകേണ്ടേ, ഞാനിപ്പോൾ പോയാൽ എന്താണ് പ്രശ്നമെന്ന് നാഗവല്ലി സ്റ്റൈലിൽ തിരിച്ചു ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ വന്ന് നല്ല ഗൗരവത്തിൽ വന്ന് അവിടെ ഇരിക്കുകയാണ്. തുടർന്ന് കൃഷും ദേവ്ജിയും ഇതെന്താണ് സാഗർ അങ്ങനെ പറഞ്ഞത്. തുറന്ന് സാഗർ നല്ല ഗൗരവത്തിൽ കൺമണി ഇപ്പോൾ ആ പോലീസ് സ്റ്റേഷൻ്റെ അകത്തില്ല, കൺമണി അവിടെ നിന്ന് ഇറങ്ങി എന്ന് പറയുകയാണ്, കൺമണി അവർ വിട്ടു എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണനും ദേവ്ജിക്ക് സന്തോഷമാവുകയാണ്. അത് ശരി, അപ്പോൾ അച്ഛൻ ഞാൻ അറിയാതെ മറ്റൊരു വക്കീലിനെ വെച്ചിട്ടുണ്ടായിരുന്നല്ലേ എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ ഞാൻ കൺമണിയെ ഇറക്കാൻ ആരെയും വിട്ടിട്ടില്ല, ആരെയും വെച്ചിട്ടില്ല എന്ന് പറയുകയാണ്.
കൺമണി ഇറക്കിയത് മറ്റൊരാളാണ്. എന്നാൽ അത് കേട്ട് കൃഷ് അതാരാണെന്ന് ചോദിക്കുകയാണ് തുറന്ന സാഗർ. ആ സ്റ്റേഷനിലെ ഒരു സുഹൃത്തായ ഒരു പോലീസുകാരനാണ് എന്നോട് ഈ കാര്യം വിളിച്ചറിയിച്ചത്. കൺമണിയെ അവിടെ നിന്ന് ഇറക്കിയത് വരുൺ ആണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ദേവ്ജിയും കൃഷും ഞെട്ടി നിൽക്കുകയാണ്, വിശ്വസിക്കാനാകാതെ. ആ വൃത്തികെട്ടവൻ എന്തിനാണ് കൺമണിയെ ഇറക്കിയതെന്ന് തിരിച്ചു ചോദിക്കുകയാണ്. അതെങ്ങനെ ശരിയാകും? അതിന്റെ ലോജിക്ക് കറക്റ്റ് ആകുന്നില്ലല്ലോ. കാരണം വരുൺ ജയമോന്റെയും മാനസിയുടെയും ടീമല്ലേ. അപ്പോൾ അവർ കൊടുത്ത കംപ്ലൈന്റിനെതിരെ വരുൺ പ്രവർത്തിക്കുമോ എന്ന് ചോദിക്കുകയാണ്. മാനസിയും ജയമോഹനിലാണല്ലോ കൺമണിയുടെ പേരിൽ പരാതി കൊടുത്തത്. അങ്ങനെ ഒരു പരാതി ഉള്ളപ്പോൾ വരുൺ മാനസിക്കും ജയമോഹനെതിരെ തിരിയുമോ എന്ന് ചോദിക്കുകയാണ്. ഇതിൽ എന്തൊരു കളകളിയുണ്ടെന്ന് പറയുകയാണ്. നമ്മളറിയാത്ത എന്തൊക്കെയോ വലിയ കളികൾ ഇതിന്റെ പുറകിൽ നടക്കുന്നുണ്ടെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ് എനിക്കിപ്പോൾ എന്തായാലും ആദ്യം കൺമണിയെ കാണണം, ഞാൻ കൺമണിയെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ നേരം സാഗർ പിന്നെ കൃഷിനെ വിളിച്ച് വീണ്ടും ഉപദേശിക്കുകയാണ്. അവിടെ കൺമണിയുടെ വീട്ടിൽ കൺമണിയുടെ ചേച്ചി ആ വൃത്തികെട്ട ധനലക്ഷ്മിയുണ്ട്. ഇതിന്റെ പേരിൽ അവര് വളരെ മോശമായിട്ട് പ്രതികരിക്കും, അതൊന്നും നീ കാര്യമാക്കരുത്. എന്നാൽ അത് കേട്ട് കൃഷ് ആ വൃത്തികെട്ട സാധനത്തിനെ ആരാണ് അച്ഛാ മൈൻഡ് ചെയ്യുന്നത്? അച്ഛൻ അതോർത്തൊന്നും പേടിക്കേണ്ട, അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല. ഇത് പറഞ്ഞുകൊണ്ട് കൃഷ് അവിടുന്ന് പോവുകയാണ്. കൃഷ് അവിടുന്ന് പോയ ശേഷം ദേവ്ജി വീണ്ടും സാഗറിനോട്, സാഗർ നമ്മൾ വളരെ കരുതിയിരിക്കണം. ഇത്രയും നാൾ നമ്മൾ കണ്ട മാനസികോ വരുണോ അല്ല ഇപ്പോഴുള്ളത്. അവർക്ക് വലിയ വലിയ കുതന്ത്രവും ഐഡിയാസും ബുദ്ധിയെല്ലാം പറഞ്ഞു കൊടുക്കാൻ നമ്മളറിയാത്ത മറ്റാരോ അവർക്കൊപ്പം ചേർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് തുടർച്ചയായി തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതാരാണെന്ന് നമ്മൾ കണ്ടെത്തണം. തുറന്നു കാണിക്കുന്ന കൺമണിയും കൂട്ടിക്കൊണ്ട് വരുൺ കൺമണിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് ധനലക്ഷ്മി വീടിന്റെ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.